അല്ല, ഇത് കാണാൻ വേണ്ടിയാണോ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രീമിയർ ലീഗ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നത്? നമ്മൾ ഹൾ സിറ്റി പോലെ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി വരുന്ന ഒരു ടീമിനോട് ആദ്യത്തെ മത്സരം തോക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് നമ്മുടെ ടീമിനെ ന്യായീകരിക്കും? ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും. നമ്മൾ സൈനിങ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ സ്ക്വാഡ് പ്ലാനിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ മൈക്കിൾ ക്യാരിക്കിൻ്റെ കോച്ചിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ ഈ വളരെ ചീപ്പറായിട്ട് സൈനിങ്സ് നടത്തുന്നു, വളരെ ലാഭകരമായിട്ട് സൈനിങ്സ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ അഹങ്കരിക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അതിനെയും നമ്മൾ ചോദ്യം ചെയ്യും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AC മിലാനുമായിട്ടുള്ള അവസാനത്തെ പ്രീ സീസൺ മത്സരത്തിൽ കണ്ട അതേ പരിപാടി ഇന്നും കണ്ടു. നമുക്കെതിരെ ടീമുകൾ ഭയങ്കര അഗ്രസീവായിട്ട് ഫിസിക്കാലിറ്റി അഗ്രഷനൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരവില്ല. ഞാൻ ഓർത്തത് അത് ആ ഒരു മത്സരത്തിൽ മാത്രം കണ്ട ഒരു പ്രതിഭാസമായിരിക്കുമെന്നായിരുന്നു. പക്ഷേ അതല്ല, നമുക്ക് പറ്റുന്നില്ല. നമുക്ക് പ്രീമിയർ ലീഗിൽ ഉള്ള ടീമുകളുടെ ആ ഒരു ഇൻറ്റൻസിറ്റിയും അഗ്രഷനെ മാച്ച് ചെയ്യാൻ നമ്മുടെ മിഡ്ഫീൽഡിന് പറ്റുന്നില്ല. നമ്മുടെ പുതിയ മിഡ്ഫീൽഡ് ടിലിമാൻസ്, അതേപോലെ തന്നെ ആന്ദ്രേ സാൻഡോസ് വർക്കാകുന്നില്ല. ആന്ദ്രേ സാൻഡോസ്, ടിലിമാൻസ്, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മിഡ്ഫീൽഡ് ഒട്ടും വർക്കാകുന്നില്ല. പൊസഷൻ കൂടുതൽ കൈവശം വെക്കുന്നുണ്ട്. പൊസഷൻ കൈവശം വെക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കളിച്ചിട്ടാണ്. സൈഡ് വൈസ് പാസിങ്, ബാക്ക്വേർഡ് പാസിങ്. നമ്മൾക്ക് അവരുടെ ഡിഫൻസിനെ പൊട്ടിക്കാൻ കഴിയുന്നില്ല. അവരുടെ മിഡ്ഫീൽഡ് ലൈനെ, ഡിഫൻസീവ് ലൈനെ പൊട്ടിച്ച് പാസ് മുന്നോട്ട്, ലൈൻ ബ്രേക്കിംഗ് പാസസ് മുന്നോട്ട് കൊടുത്ത് ക്ലിയർ കട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്നും നമ്മുടെ മിഡ്ഫീൽഡിന് പറ്റുന്നില്ല. മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു ടീമിൻ്റെ ബ്രെയിനാണ്, അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ഹൃദയം ഇടിപ്പൊക്കെയാണ്. എന്ത് ഹൃദയമിടിപ്പ്, എന്ത് ബ്രെയിന്! ഇനിയിപ്പോൾ നമ്മൾ ബലേബയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിന് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ നോക്കിയാൽ പലപ്പോഴും ബ്രൂണോ ഫെർണാണ്ടസ് ഡീപ്പറായിട്ട് ഡ്രോപ്പ് ചെയ്ത് ലോങ് ബോൾസ്, ഒരു ഡീപ്പ് ലൈയിങ് പ്ലേ മേക്കറായിട്ട് ബ്രൂണോയെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ബ്രൂണോയുടെ ലോങ് ബോൾസിനെ നമ്മൾ ആശ്രയിക്കുന്നത് കണ്ടു. ഇതൊന്നും പറഞ്ഞിട്ട് അവസാനം ടിലിമാൻസിനെയും സാൻഡോസിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബ്രൂണോ ഫെർണാണ്ടസും മെയിനും കൂടെ നമ്മുടെ മിഡ്ഫീൽഡിൽ ഡബിൾ പിവറ്റായിട്ട് കളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇങ്ങനത്തെ മാറ്റങ്ങൾ ആദ്യത്തെ മത്സരങ്ങളിൽ വരുത്തുമ്പോൾ എന്താണ് ഇതൊക്കെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരിക്കലും ഞാൻ ക്യാരിക്കിൻ്റെ പേര് പറയാതിരിക്കത്തില്ല. കാരണം ക്യാരിക്കും ഇതിൽ ഇൻവോൾവ് ആണ്. ഓരോ ഡിസിഷൻ നടത്തുന്നതിലും ക്യാരിക്ക് ഇൻവോൾവ് ആകണം. അല്ലെങ്കിൽ ആകുന്നില്ല, ക്യാരിക്കിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് ക്യാരിക്കിൻ്റെ കുറവായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ഹൾ സിറ്റിയെ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കി. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ അവർ ഛന്നഭിന്നം ആ ഒരു 2 ഗോൾ തുരുതുര 2 ഗോൾ അടിച്ചു. 17ാമത്തെ മിനിറ്റിലും 38ാമത്തെ മിനിറ്റിലും. ഫസ്റ്റ് ഹാഫിലാണ് നമ്മൾ മത്സരം തോറ്റത്. ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് തന്നെ നോക്കൂ. അവർക്ക് വെറും 29% പൊസഷൻ മാത്രമേ അവർക്കുള്ളൂ, ഹൾ സിറ്റിക്കുള്ളൂ. അത് വെച്ചുകൊണ്ട് അവരുടെ XG 1.16, നമ്മുടെ XG 0.71. 5 ഷോട്ട് അറ്റംപ്റ്റ്സ്, 4 എണ്ണം ഓൺ ടാർഗറ്റ്, 2 ഗോൾ. അതും 2 എണ്ണവും സെറ്റ് പീസ് വഴിയുള്ള ഗോളുകൾ. ബോക്സിനുള്ളിൽ വീണ്ടും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയത്തില്ല എന്ന് കാണിച്ചു തന്ന ഗോളുകൾ. അവരുടെ 2 സെൻറ്റർ ബാക്കും ഓരോരോ ഗോൾ വെച്ച് അടിച്ചു. മഗ്വയറിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് പോകുന്നത് കണ്ടു. മഗ്വയർ ബോക്സിനുള്ളിൽ അവരുടെ പ്ലെയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ടതിന് പകരം മസറാവിയെ പിടിച്ച് അയ്യോ, ഇതൊന്നും കാണാൻ എന്നെ കൊണ്ട് വയ്യ. മഗ്വയറിനെ കഴിഞ്ഞ 1-2 സീസണായിട്ട് നമ്മൾ മഗ്വയറിനെ നല്ല രീതിയിൽ വാഴ്ത്തി പാടുന്നുണ്ട്. പക്ഷേ മഗ്വയർ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് പോകുന്ന, ഡിഫൻസിൻ്റെ കാര്യമൊന്നും പറയണ്ട. നമുക്ക് സൈനിങ്സിൻ്റെ ആവശ്യമില്ലെന്നാണ് പലരും പറയപ്പെടുന്നത്. ഡിഫൻസിൽ നമുക്ക് വേണ്ട. നമ്മൾ സൈൻ ചെയ്ത പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി, ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യും. ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്രോസുകൾ ബോക്സിലേക്ക് കൊടുക്കുക, ആരെങ്കിലും അത് ഹെഡ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യണമെന്നത് മാത്രമായിരുന്നു.
മത്സരത്തിൽ ഉടനീളം നമുക്ക് ആകെപ്പാടെ 2 ത്രൂ ബോൾസാണ് ഫൈനൽ തേർഡിലോട്ട് കൊടുത്തത്. എനിക്ക് ഒന്ന് മത്തേസ് കുണിയും ഒന്ന് ടിലിമാൻസുമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു തോൽവി നമ്മൾ അർഹിച്ചത് തന്നെയാണ്. ഇന്ന് ഫസ്റ്റ് ഹാഫിലെ ഡോർഗുവിൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെ റാഷ്ഫോർഡിനെ സെക്കൻഡ് ഹാഫിൽ സബ് ചെയ്ത് കൊണ്ടുവന്ന് റാഷ്ഫോർഡിനെ നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ തന്നെ റാഷ്ഫോർഡിനെ കൊണ്ടുവരുമെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരവസ്ഥ യുണൈറ്റഡിനുള്ളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ദയനീയമാണ്. പല ഇംഗ്ലീഷ് ഫാൻസും ഈ മത്സരത്തിന് ശേഷം ലാമൻസ് റാഷ്ഫോർഡ് 2 പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും റാഷ്ഫോർഡ് ഇവിടെ യുണൈറ്റഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പം എനിക്ക് നമ്മുടെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് റാഷ്ഫോർഡിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മത്സരത്തിനൊക്കെ ശേഷം മൈക്കിൾ ക്യാരിക്ക് പറയുന്നത് ഇത് ആദ്യത്തെ മത്സരമായതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നത്, കുഴപ്പമില്ല, നമ്മൾ ശരിയാകും എന്നാണ് പറയപ്പെടുന്നത്. ശരിയായാൽ കൊള്ളാം. അല്ലെങ്കിൽ മൈക്കിൾ ക്യാരിക്ക് ഈ ഒരു പകുതി സീസൺ പോലും തികയ്ക്കത്തില്ല. അതിനു മുന്നേ സാക്ക് കിട്ടും. ഇനിയോസിൻ്റെ കീഴിൽ 2 വർഷത്തിനുള്ളിൽ 3ാമത്തെ മാനേജർ സാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇനിയൊരു മാനേജറിനെ സാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇനിയോസ് ആയിരിക്കണം യുണൈറ്റഡിൻ്റെ പടി ഇറങ്ങേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്ത് പറഞ്ഞ് നമ്മുടെ ടീമിനെയോ അല്ലെങ്കിൽ ഓണേഴ്സിനെയൊക്കെ ന്യായീകരിക്കണം എന്ന് എനിക്കറിയത്തില്ല. ഓരോ സൈനിങ്സ് നടത്തുമ്പോഴും മാക്സിമം പോസിറ്റിവിറ്റിയിലും നല്ല രീതിയിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് മുന്നോട്ട് പ്രീമിയർ ലീഗ് മാത്രമല്ല, FA കപ്പ്, കാരബാവ് കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും എന്നെനിക്ക് ഇപ്പോഴേ തന്നെ നല്ല ടെൻഷനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഭിന്നം കമൻസ് ആയിട്ടിടുക. എല്ലാം ശരിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.